മെയിൻ ബസ് റൂട്ടിന് തൊട്ടടുത്തായിട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു വില്ലയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. മെയിൻ എടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ നിന്നും 50 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് പുക്കാട്ടുപടി ജംഗ്ഷനിൽ തന്നെയായിട്ടാണ് ഈ വില്ല വന്നുള്ളത്. 3 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. മെയിൻ റോഡിൽ നിന്നും കടന്നു വരുന്നത് ടൈല് വിരിച്ച റോട്ടിലേക്കാണ്. ഇനി എലിവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊളോണിയൽ ഡിസൈന് കണ്ടംപററി പാറ്റേണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇനി ഗേറ്റിലേക്ക് വരാം. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വന്നിട്ടുണ്ട്. കൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റും ഫ്രണ്ടിൽ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അകത്തേക്ക് വരികയാണ്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ടൈലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ഈ ഭാഗത്തായിട്ടൊരു ടാപ്പ് പോയിൻ്റ് വന്നിട്ടുണ്ട്. KW വാട്ടറിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ട് 2 ചെയറിലാവുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇരിക്കാനുള്ളൊരു സ്പേസോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഫാൻ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. അപ്പോൾ 2 പീസ് ഡോറാണ് വന്നുള്ളത്. ലിവിങ് സ്പേസ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സോഫ സെറ്റീസൊക്കെ ഇടാവുന്നതാണ്. ഫ്രണ്ടിൽ ടീപ്പ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ വിൻഡോസുകളെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വാള് പൂർണ്ണമായിട്ടും PVC ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. വുഡിൻ്റെ ഒരു ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് ധാരാളം വരുന്നുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും പ്രൊഫൈൽ LED ലൈറ്റുകളും ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസിനെ ഭംഗിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അതിന് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. ഇവിടെ ആയിട്ട് ഒരു 6 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വരുന്ന രീതിയിൽ സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഫ്രണ്ടിലെ ജനലിലും ബ്ലൈൻഡ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും ഫാനും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ വാഷ് കൗണ്ടറാണ്. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ്. ഒരു ഗ്രാനൈറ്റിന് മേലെ വൈറ്റ് സെറയുടെ വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. പില്ലർ കോക്കൊക്കെ ഭംഗിയുള്ളൊരു പില്ലർ കോക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് വന്നുള്ളത്. ഇവിടെയായിട്ടൊരു കൗണ്ടർ നമുക്ക് ഇട്ടിട്ടുണ്ട്. വിത്ത് സ്റ്റൂളോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ കിച്ചണിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കിച്ചൺ വന്നുള്ളത്. ഭംഗിയായിട്ട് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഔട്ട് സൈഡിലാണ് ഇതിൻ്റെ ഗ്യാസിൻ്റെ സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിന് കോപ്പറിൻ്റെ പൈപ്പും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഓസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ന്യൂജൻ സിങ്കൊക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് നമുക്ക് ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് ഒരു ഫ്രിഡ്ജ് ഈസി ആയിട്ട് കയറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ധാരാളം വരുന്നുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് ആണത്. അതും നോർത്തിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഡോറിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഒരു റാഡും കൂടി ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. ധാരാളം സ്പേസ് ഉണ്ട് വർക്ക് ഏരിയയ്ക്ക്. ഫ്രണ്ടിൽ തന്നെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. താഴെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വെല്ല് വന്നുള്ളത്. അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് വെല്ല് വന്നുള്ളത്. അതിനകത്ത് കിടക്കുന്ന മോട്ടറാണ് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പം ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ സിലിണ്ടർ വയ്ക്കാവുന്നതാണ്. നേരെ കോപ്പർ പൈപ്പ് അകത്തേക്ക് അടിച്ചിട്ടുണ്ട്. വശങ്ങളെല്ലാം ചുറ്റി നടക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. 2 സൈഡും നമുക്ക് തുറക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വശങ്ങളിൽ നിന്നും ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോളികാർബണേറ്റ് ഷീറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്.
അപ്പം ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് 14 അടി നീളവും 10 അടി വീതിയിലുമാണ്. ജനലിലെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്, ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്, ഫാൾ സീലിംഗ് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇനി നമുക്ക് വാർഡ്രോബ്സിലേക്ക് വരാം. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിങ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഫ്രണ്ടിൽ വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡയവേർട്ടറാണ് വന്നുള്ളത്, അതും സെറയുടെ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ്, അതുപോലെ തന്നെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്വിച്ചസ് ആണ്. ലെഗ് ലാൻഡിൻ്റെ സ്വിച്ചസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിത്ത് USB പോർട്ടോട് കൂടിയ സ്വിച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫുൾ സൈഡ് പാനൽ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് അതിനകത്ത് വെക്കാവുന്നതാണ്. ഇനി സ്റ്റെപ്പിലേക്ക് വരാം. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. വുഡിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് വന്നുള്ളത്. ടൈലാണ് കൊടുത്തിട്ടുള്ളത്, ഒരു വുഡിൻ്റെ ഡിസൈനിലുള്ള ടൈലാണ് വന്നുള്ളത്. മേലേക്ക് കയറാം. ഇതൊരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡബിൾ ഹൈറ്റ് വരുന്നിടത്ത് ഒരു നല്ലൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നോർത്ത് സൈഡാണ് പെർഗ്ലാസ് വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അയൺ ടേബിളും മറ്റുമൊക്കെ ഇടാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ സൈഡിലും പവർ പ്ലഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു U ഷേപ്പിലാണ് അപ്പർ ലിവിങ് സ്പേസ് വന്നുള്ളത്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 12.5 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഫുള്ള് ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, ഫാൻ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ടുള്ള വാൾഡ്രോബ്സ് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ 2ാമത്തെയും വീടിൻ്റെ 3ാമത്തെയും ബെഡ്റൂമിലാണ്. ഏകദേശം 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും അതുകൂടാതെ വാൾഡ്രോബ്സ് ഒക്കെ ആയിട്ട് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തത്. വാൾഡ്രോബ്സിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സോപ്പ് ഹോൾഡർ, അതുകൂടാതെ തന്നെ ഇവിടെയായിട്ട് 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ എല്ലാം സെറയുടെ ഫിറ്റിങ്സ് ആണ്. സിംഗിൾ പീസ് ക്ലോസറ്റും വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് എല്ലാ ബാത്റൂമിലും കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. യൂട്ടിലിറ്റി ഏരിയ വന്നിട്ടുള്ളത് കവേർഡ് ആയിട്ടാണ്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിന്റ് വന്നിട്ടുണ്ട്, വാട്ടർ പോയിന്റ്, വേസ്റ്റ് ലൈൻ, ഇവിടെയും പവർ പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെയായിട്ടൊരു വാഷിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. മേലെ ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. രണ്ട് സെക്ഷനായിട്ടാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ ബാൽക്കണിയും പിന്നെ ഒന്ന് കവേർഡ് ബാൽക്കണി. ഇത് ഓപ്പൺ ബാൽക്കണിയാണ്. താഴെ മാറ്റ് ടൈലാണ് വന്നുള്ളത്. സ്ക്വയർ ട്യൂബിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ പാരപ്പറ്റിന് നീട്ടമുള്ളതുകൊണ്ട് തന്നെ, അതായത് വീതി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലും ചെടികൾ വെക്കാവുന്നതാണ്. ഇനി കവേർഡ് ഏരിയയിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കവേർഡ് ഏരിയയിലാണ്. സ്ക്വയർ ട്യൂബിൽ ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തുള്ളത്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്ക് കവേർഡും കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബാൽക്കണിയോട് കൂടിയിട്ടുള്ളൊരു വീടും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ബസ് സ്റ്റോപ്പിനോട് തൊട്ടടുത്തായിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 72 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളാണ്. താഴെ ഇതിന് ഒരു ബെഡ്റൂമാണ് കൊടുത്തുള്ളത്. ഒരു വാഹനം പാർക്ക് ചെയ്യേണ്ട സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിണർ വരുന്നുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. മേലെ 2 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 72 ലക്ഷം രൂപയാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.